വാടി ഇങ്ങോട്ട്, ഒന്നും മിണ്ടല്ലേ. അങ്ങനെ ഞാനും അവളും കൂടി അങ്ങോട്ടേക്ക് നടന്നു. ബാത്റൂമിൻ്റെ അടുത്തെത്തിയ ഞങ്ങൾ കേട്ടത് രണ്ടുപേരുടെയും അധ്വാനത്തിൻ്റെ സൗണ്ടായിരുന്നു. രാജേട്ടൻ ഒരു പുലി തന്നെ അല്ലേ ചേട്ടാ? അവൾ എന്നോട് ചോദിച്ചു. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ അവളോട് ചോദിച്ചു. അല്ല, പുള്ളിക്കാരൻ്റെ അടി ഒരു രക്ഷയില്ല, അതും ഈ പ്രായത്തിൽ. ഓ അതാണോ? അതിപ്പോൾ എന്നെ കൊണ്ടും പറ്റും, അയാളെ കൊണ്ടും മാത്രമല്ല. ഓ പിന്നെ നീ അങ്ങ് ഒലത്തും, ചുമ്മാ തള്ളി മറിക്കല്ലേ. അതിനൊക്കെ കുറച്ച് പവർ വേണം. നിനക്ക് കോപ്പുണ്ട് ഡി, നിനക്ക് കാണണോ എൻ്റെ പവർ? ഞാൻ അവളോട് ചോദിച്ചു. ആ അതല്ലേടാ ഞാൻ അന്ന് പറഞ്ഞത്, എനിക്ക് കാണണമെന്ന്. ചേട്ടൻ മറന്നോ? അവൾ എന്നോട് ചോദിച്ചു. നീ ഇങ്ങോട്ട് വാ, അവർ പുറത്തിറങ്ങുമ്പോൾ ഇനി നമ്മളെ കാണണ്ട. എന്തായാലും അവരിത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഇനി നമ്മളായിട്ട് അത് മുടക്കണ്ട, ഞാൻ അവളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോന്നു. റൂമിലെത്തി ഞാൻ അവളോട് പറഞ്ഞു, ഡി ഞാനൊന്നും മറന്നിട്ടില്ല, പക്ഷേ നീയല്ലേ പറഞ്ഞത് എല്ലാം ഞാൻ സെറ്റാക്കി തരാമെന്ന്. ഓ മോൻ അതും കാത്തിരിക്കുകയാണോ? അത് ഞാൻ അറിഞ്ഞില്ല. അവളെന്നെ കളിയാക്കിക്കൊണ്ട് എന്നോട് ചോദിച്ചു. അത് കേട്ട് എനിക്ക് ദേഷ്യം കയറി. ഞാൻ പറഞ്ഞു, എടി നീ ഏറ്റ കാര്യം നടത്തി തന്നില്ലെങ്കിൽ ഞാനെല്ലാം അമ്മയോട് പറയും. അത് കേട്ട് അവൾ പറഞ്ഞു, ഓ അതാണോ? അതെനിക്കൊരു കുഴപ്പമില്ല, നീ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞോ. എടി ഞാൻ പറയുക മാത്രമല്ല, നിൻ്റെ ജോലിയും സ്ഥലവുമൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കും. അയ്യോ ചേട്ടാ പ്ലീസ് ചതിക്കല്ലേ, നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാന്നേ. അങ്ങനെ വഴിക്കുവാ, അല്ലാതെ വെറുതെ ഷോ ഇറക്കല്ലേ മോളെ. ഇന്ന് തന്നെ കണ്ടില്ലേ, അമ്മ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോയതാ. ഞാൻ പറഞ്ഞിട്ടാ അമ്മ ഒന്ന് അടങ്ങിയത്, ഞാൻ അവളോട് പറഞ്ഞു. ആ അതൊക്കെ എനിക്ക് മനസ്സിലായി, ചേട്ടൻ ചുമ്മാ വഴക്കിടല്ലേ, അവർ കേൾക്കും, അവൾ എന്നോട് പറഞ്ഞു. അവരെങ്ങനെ കേൾക്കാനാടി, വെള്ളം തുറന്നിട്ടിരിക്കല്ലേ, നമുക്ക് കേൾക്കാതിരിക്കാൻ. എന്തായാലും കുറച്ച് നേരമായില്ലേ, മിക്കവാറും കഴിയാറായിട്ടുണ്ടാകും, ഞാൻ അവളോട് പറഞ്ഞു. ഏയ് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴൊന്നും കഴിയുമെന്ന്. രാജേട്ടൻ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നത്, മിക്കവാറും ഇന്ന് പൊളിച്ചെടുക്കും, അവൾ എന്നോട് പറഞ്ഞു. ഹോ വല്ലാത്തൊരു ഭാഗ്യത തന്നെ. അച്ഛൻ പോയതിൽ പിന്നെ അങ്ങോട്ട് വെച്ചടി കയറ്റമാ, അതും ചെറുതും വലുതുമല്ല. ഇതൊക്കെ പോരാഞ്ഞിട്ട് ഇനി ആ അണ്ണനെയും വളക്കാനുള്ള പരിപാടിയാ, ഞാൻ അവളോട് പറഞ്ഞു. അതങ്ങനെയാ ചേട്ടാ, ചേട്ടൻ അറിയാനിട്ടാ, ആൾ മാറുമ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക രസാ. ഓ നമുക്കത്ര അറിവൊന്നും ഇല്ലടി. ആ അതാ ഞാൻ പറയുന്നത്, അറിയാത്ത കാര്യങ്ങൾ അറിയാവുന്നവരോട് ചോദിച്ച് അറിയാൻ, കേട്ടോ, അവൾ എന്നോട് പറഞ്ഞു. ഓ നീയായിരിക്കും എല്ലാം അറിയുന്ന ഒരാൾ, ഞാൻ അവളെ കളിയാക്കി ചോദിച്ചു. ചേട്ടാ നമുക്കൊന്നുകൂടി പോയി നോക്കിയാലോ? ഏയ് ഞാനൊന്നുമില്ല, പെട്ടെന്ന് വല്ലതും വാതിൽ തുറന്നാൽ ആകെ പെടും, ചുമ്മാ എന്തിനാ വേണ്ടാത്ത പരിപാടിക്ക് പോകുന്നത്? അതല്ല ചേട്ടാ, ഇതിനൊക്കെ മാത്രം സ്ഥലമുണ്ടോ അതിനകത്ത്? എങ്ങനെയാ അവർ കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്നാവോ? അവൾ എന്നോട് ചോദിച്ചു. എൻ്റെ സംശയം അതല്ലടി, നീ ഇവിടെ ഉണ്ടായിട്ടും ഇതിനൊക്കെ ധൈര്യം കാണിച്ച അമ്മയുടെ ആ മനസ്സാണ്, ഒരു പേടി പോലും ഉണ്ടായില്ലല്ലോ. പേടിയൊക്കെ ചേട്ടനല്ലേ, പേടിച്ചുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കേ ഉള്ളൂ, അത് അമ്മയ്ക്ക് നന്നായി അറിയാം, അവൾ എന്നോട് പറഞ്ഞു. ഡി മിണ്ടല്ലേ, അവർ ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു, ഇങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ അവളോട് പറഞ്ഞ് അവളും ഞാനും റൂമിൽ ഒളിഞ്ഞു നിന്നു. പെട്ടെന്ന് ബാത്റൂമിൻ്റെ കതക് ഓപ്പണായി. ഞങ്ങൾ രണ്ടുപേരും കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. ദാ വരുന്ന രാജേട്ടൻ, ഒരു തോർത്തുകൊണ്ട് തലയും തുടച്ചുകൊണ്ട്. ഹാവു പാവം നന്നായി ക്ഷീണിച്ചു, നടക്കാൻ പോലും വയ്യ, അവൾ എന്നോട് പറഞ്ഞു. ഓ ഒന്ന് മിണ്ടാതിരിക്കടി, അങ്ങനെ കേൾക്കും, ഞാൻ അവളോട് പതിയെ പറഞ്ഞു. അല്ല അമ്മയോടേടി, ഞാൻ അവളോട് ചോദിച്ചു. അമ്മ വരും, അമ്മയ്ക്ക് ഓടി വരാൻ പറ്റില്ലല്ലോ. ഡി രാജേട്ടൻ പോയോ? ഞാൻ അവളോട് ചോദിച്ചു. ഇല്ല പോയിട്ടില്ല, പോകുമ്പോൾ ബുള്ളറ്റിൻ്റെ സൗണ്ട് കേൾക്കില്ലേ, അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ടാവും. ആ അത് ശരിയാ, ബുള്ളറ്റിൻ്റെ സൗണ്ടൊന്നും കേട്ടില്ല. ചേട്ടാ ഇതാ നോക്ക്, അമ്മ വരുന്നു. അയ്യോ അമ്മ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ഞാൻ നോക്കുമ്പോൾ അമ്മ നേരെ ഞങ്ങൾ നിൽക്കുന്ന റൂമിലേക്കാണ് വരുന്നത്. ഞാൻ നേരെ ഓടി
കട്ടിലിൻ്റെ അടിയിൽ കയറി. അവൾ ചാടി ബെഡിൽ കയറി കിടന്നു. അമ്മ വന്ന് റൂമിലേക്ക് നോക്കി. അവൾ ഉറങ്ങുന്ന പോലെ കിടന്നു. ഞാൻ കട്ടിലിൻ്റെ അടിയിൽ ഒളിഞ്ഞു വരുന്നു. അമ്മ അതും നോക്കി നേരെ രാജേട്ടൻ്റെ അടുത്തേക്ക് പോയി. ഞാൻ പതിയെ കട്ടിലിൻ്റെ അടിയിൽ നിന്നും ഇറങ്ങി. ഡാ, നീ എങ്ങനെയാ ബൈക്ക് എടുക്കാൻ പോവാ? അവൾ എന്നോട് ചോദിച്ചു. ആ, അത് ശരിയാണല്ലോ. ഷേ, അത് ഞാൻ അങ്ങ് മറന്നു. ഞാൻ പുറകിലൂടെ പൊക്കോലാടി. ശരി. പിന്നെ അധികം ഞാൻ അവിടെ നിൽക്കാതെ പുറകിലെ മതിൽ ചാടി. നേരെ ചാടിയത് അടുത്തുള്ള വീട്ടിലെ ചേച്ചിയുടെ മുന്നിലേക്കും. എന്താടാ മതിലൊക്കെ ചാടുന്നത്? ആ ചേച്ചി എന്നോട് ചോദിച്ചു. അത് വീട്ടിൽ കുറച്ച് വിരുന്നുകാർ വന്നിട്ടുണ്ട്. അവർക്ക് കൊടുക്കാൻ പറ്റിയ കടിയൊന്നുമില്ല. അത് വാങ്ങാൻ അവർ കാണാതെ പോവുക. ഞാൻ ചേച്ചിയോട് പറഞ്ഞു. ഓ, അതിനാണോ ഈ ചാട്ടം? കാല് പൊട്ടാനത് ഭാഗ്യം, ആ ചേച്ചി എന്നോട് പറഞ്ഞു. അതും കേട്ട് ഞാൻ അവിടെ നിന്ന് നടന്നു. അങ്ങനെ ഞാൻ പോയി എൻ്റെ ബൈക്ക് എടുത്തു വന്നു. വീട്ടിൽ വന്നപ്പോൾ അമ്മയും മുകളിലുള്ള ചേച്ചിയും എന്തോ സംസാരിക്കുന്നുണ്ട്. ഞാൻ നേരെ മുറ്റത്ത് ബൈക്ക് നിർത്തി വീട്ടിലേക്ക് കയറി. എന്നെ കണ്ട ചേച്ചി ഒരു കള്ളച്ചിരിയോടെ എന്നെ നോക്കി. ഞാൻ ചിരിച്ചുകൊണ്ട് വീടിൻ്റെ അകത്തേക്ക് കയറി. എന്തോ അമ്മയും ചേച്ചിയും പറയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ റൂമിലേക്ക് പോവാതെ അവിടെ തന്നെ ഒഴിഞ്ഞു നിന്ന് അവരെന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി കാതോർത്തു. അവരുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അവർ സംസാരിക്കുന്നത് രാജേട്ടനെ പറ്റിയാണെന്ന്. ചേച്ചിക്കാണെങ്കിൽ രാജേട്ടനെ പറ്റി എല്ലാം അറിയണം. അമ്മയാണെങ്കിൽ രാജേട്ടനെ നല്ല പൊക്കി പറയുന്നുമുണ്ട്. എനിക്കാണെങ്കിൽ അത് കേട്ടിട്ട് ആകെ ദേഷ്യവും വന്നു. ഒരു വിധത്തിലാണ് ഞാൻ ചേച്ചി ഒന്ന് കറക്കിയെടുത്തത്. അപ്പോഴേക്കും പുതിയൊരാൾ വന്നിരിക്കുന്നു. എല്ലാവരും കറക്കിയെടുത്തുകൊണ്ട്. ഇപ്പോൾ എല്ലാവർക്കും രാജേട്ടനെ മതിയല്ലോ. ഞാൻ നേരെ അതും പറഞ്ഞുകൊണ്ട് അനിയത്തിയുടെ റൂമിലേക്ക് പോയി. കതക് അടച്ചു വെച്ചിരിക്കുന്നത് കണ്ട് 2 കൊട്ട് കൊടുത്തു ഞാൻ ദേഷ്യത്തോടെ. അകത്ത് നിന്ന് അവൾ ചോദിച്ചു, ആരാ എന്ന്. ഡി, നിന്റെ തന്ത. മര്യാദക്ക് വാതിൽ തുറക്ക്, ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊട്ടിക്കും, ഞാൻ അവളോട് ദേഷ്യത്തോടെ പറഞ്ഞു. അത് കേട്ട് അവൾ ഉടനെ വന്ന് കതക് തുറന്നു. എന്താടാ, എന്താ നിനക്ക് പറ്റിയത്? കതക് തള്ളി പൊട്ടിക്കോ? അവൾ ദേഷ്യത്തോടെ എന്നോട് ചോദിച്ചു. നീ അങ്ങോട്ട് മാറ്. ഞാൻ അവളെ തള്ളി മാറ്റി കട്ടിലിൽ പോയിരുന്നു. എന്താ ഏട്ടാ, എന്താ പ്രശ്നം? എന്നോട് പറ. ഡി, നമ്മളിത്ര കഷ്ടപ്പെട്ട ചേച്ചി ഒന്ന് സെറ്റാക്കി കൊണ്ടുവന്നത് ഇപ്പോൾ എല്ലാം ആ കാലമാട നശിപ്പിച്ചു. ആര്? നീ ആരെ കൊച്ചി പറയുന്നത്? എടി, ആ തെണ്ടി രാജൻ. അയാളുടെ ആ ലുക്കും ബോഡിയും പിന്നെ ആ ബുള്ളറ്റിലുള്ള വരവും. അതിനിപ്പോൾ എന്താ പറ്റിയേ? ഡി, ഞാൻ നേരത്തെ ആ ചേച്ചിയുമായി സംസാരിക്കുമ്പോഴാണ് രാജേട്ടൻ വന്നത്. അതപ്പോൾ നീ ചേച്ചിയോട് സംസാരിച്ചത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓ, അത് ഞാൻ പിന്നെ പറയാം, നീ ഇത് കേക്ക്. ആ, എന്നാ പറ. രാജേട്ടനെ കണ്ടപാടെ ചേച്ചിയുടെ മുഖമെല്ലാം ഒന്ന് മാറി. രാജേട്ടനാണെങ്കിൽ ഒരു മാസ ലുക്കും കൊടുത്താണ് അങ്ങോട്ട് കയറിയത്. അതിനിപ്പോൾ എന്താ? ആരായാലും ഒന്ന് നോക്കില്ലേ? അതിനെന്തിനാ നീ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നത്? ഒന്ന് പോടി, നിനക്കൊന്നും അറിയാൻ പാടില്ല. നീ ഒന്ന് സിറ്റ് ഔട്ടിലേക്ക് പോയി നോക്ക്. അവിടെ ഇരുന്ന് അമ്മയും ചേച്ചി സംസാരിക്കുന്നത് ഒന്ന് കേട്ട് നോക്ക്. അപ്പോൾ മനസ്സിലാവും നിനക്ക്. അയ്യോ, അത് പണിയാകുമല്ലോ. അമ്മേനി ചേച്ചിക്ക് രാജേട്ടനെ സെറ്റാക്കി കൊടുക്കുമോ? അങ്ങനെയാണെങ്കിൽ നിൻ്റെ കാര്യം പോക്ക. അവൾ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു. ആ, നീ ചിരിക്ക്. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ നിനക്കുള്ള പണി ഞാൻ തരും. അതിന് ഞാനെന്ത് ചെയ്തു? ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു. അത് നിനക്ക് അറിഞ്ഞൂടെ? പിന്നെന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾ എന്നോട് ചോദിച്ചു. അതല്ലടി, ഇവർക്കൊക്കെ എന്തിൻ്റെ കേടാ? ഉള്ളത് വെച്ച് പൊളിച്ചാൽ പോരെ? അതിൻ്റെ ഇടയിലൂടെ ഒരു പരിചയപ്പെടുത്തൽ എനിക്കാകെ കയറി വരുന്നുണ്ട്. ഞാൻ അവളോട് പറഞ്ഞു. ഓ, നീ ഒന്ന് അടങ്ങി നിൽക്ക്, ഞാനെല്ലാം ശരിയാക്കി തരാം. ഇപ്പോൾ തൽക്കാലം നീ റൂമിലേക്ക് പോ. ഞാനൊന്ന് അവരുടെ അടുത്ത് പോയി നോക്കട്ടെ. ആ, നീ പോയി നോക്ക്. അപ്പോൾ നിനക്കറിയാം എന്താ അവർ സംസാരിക്കുന്നതെന്ന്. പിന്നെ ഇനി ഒന്നും വൈകിപ്പിക്കണ്ട. ചേച്ചിയെ കണ്ട് എൻ്റെ കാര്യമൊന്ന് സ്പീഡാക്കാൻ പറ. ആ, അതൊക്കെ ഞാൻ ഏറ്റടാ, നീ ഒന്ന് പോ. അതിന് ഞാനെന്തിനാ പോകുന്നേ? നീ പോയി നോക്കിയാൽ പോരെ? ഞാൻ അവളോട് ചോദിച്ചു. അതല്ല ചേട്ടാ, എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പൊക്കോളാം, അവൾ എന്നോട് പറഞ്ഞു. കൊള്ളാടി, ഇതിൻ്റെ ഇടയിലൂടെ നിൻ്റെ കാര്യങ്ങളൊക്കെ നീ ഭദ്രമായി നടത്തുന്നുണ്ട്. നടക്കട്ടെ, ഇനി അതിന് ഒരു കുറവും വരണ്ട.
ഞാൻ പോണ്. അതും പറഞ്ഞ് ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. കാത്തിരുന്ന് ഒരവസരം അടുത്തെത്താറായപ്പോൾ എല്ലാം ആ രാജേട്ടൻ നശിപ്പിക്കുമോ എന്നായി എൻ്റെ മനസ്സിൽ. ഫോണെടുത്ത് സമയം നോക്കിയപ്പോൾ 5 മണി ആകാറായിട്ടുണ്ട്. ഇവിടെ ഇരുന്നാൽ ഇനി ഭ്രാന്ത് പിടിക്കുമെന്ന് കരുതി ഞാൻ നേരെ ബൈക്കെടുത്ത് പുറത്തേക്കിറങ്ങി. ആ സമയം അമ്മ അടുക്കളയിലും അനിയത്തി റൂമിലുമായിരുന്നു. പുറത്തുപോയി പൊറോട്ടയും ബീഫും തട്ടി ഞാൻ എൻ്റെ മനസ്സിനെ ഒന്ന് തണുപ്പിച്ചു. ആ ഹോട്ടലിൻ്റെ മുന്നിൽ നിന്നും ബൈക്കിൽ കയറിയിരുന്നപ്പോൾ ശോഭേച്ചി മകനും എന്നെ കണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഡാ, നീ എന്താടാ ഇവിടെ? വീട്ടിൽ അമ്മ ഒന്നും ഉണ്ടാക്കാറില്ലേ? എന്നെ കണ്ട ശോഭേച്ചി എന്നോട് ചോദിച്ചു. ഏയ് അതല്ല, ഞാൻ ചുമ്മാ ഈ വഴിക്ക് വന്നപ്പോൾ ഒന്ന് കയറിയതാ. അല്ല ചേച്ചി എന്താ ഇവിടെ? ഞാൻ ചോദിച്ചു. എടാ, ഇവനൊരു ബാഗ് വേണമെന്ന് പറഞ്ഞിരുന്നു, അത് വാങ്ങാൻ വന്നതാ. ആ അല്ല, അത് രാജേട്ടൻ വാങ്ങൂലേ? ചേച്ചി എന്താ വെറുതെ ഇവനുമായി വന്നത്? ഞാൻ ചോദിച്ചു. അതെടാ, രാജേട്ടൻ വാങ്ങിക്കൊണ്ടുവരുന്ന മോഡലൊന്നും ഇവന് പറ്റില്ല. ഇവന് പിടിച്ച മോഡൽ വാങ്ങാൻ വേണ്ടി ഞാൻ ഇവനെയും കൂട്ടി വന്നതാ. ഓ, ചെക്കൻ 5ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ, അപ്പോഴേക്കും മോഡലെല്ലാം നോക്കാൻ തുടങ്ങിയല്ലേ? ഞാൻ ചേച്ചിയോട് പറഞ്ഞു. ആ അത് പിന്നെ ഇപ്പോഴത്തെ പിള്ളേരല്ലേടാ, നമ്മുടെ കാലം പോലെ അല്ലല്ലോ. ഞാൻ പിന്നെ ഒന്നും നോക്കില്ല, ഇവനെയും കൂട്ടിങ്ങ് പോന്നു. ആ എന്നാ ചേച്ചി വാ, എന്തെങ്കിലും കഴിക്കാം. ഞാൻ ചേച്ചിയെ ആ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു. ഏയ് അതൊന്നും വേണ്ടടാ, ഞങ്ങൾ കഴിച്ചിട്ടാ വന്നത്, വിശപ്പൊന്നുമില്ല, ചേച്ചി പറഞ്ഞു. അത് കുഴപ്പമില്ല ചേച്ചി, ചുമ്മാ എന്തെങ്കിലും കഴിക്കാം. വാടാ, പൊറോട്ട കഴിക്കാം. ഞാൻ അവനെ വിളിച്ചു. അവൻ വിളിച്ച ഉടനെ എൻ്റെ കൂടെ വന്നു. അത് കണ്ട് ചേച്ചിക്കും വരാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരും ഒരു ടേബിളിൽ പോയിരുന്നു. ചേച്ചി എത്ര നിർബന്ധിച്ചിട്ടും ചായയും ഒരു പഴംപൊരിയും മാത്രമേ വാങ്ങിയുള്ളൂ. അവൻ ഞാൻ കഴിച്ചതുപോലെ പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്തു. എന്താ, നീയൊന്നും കഴിക്കുന്നില്ലേ? ചേച്ചി ചോദിച്ചു. ഇനി വേണ്ട, ഞാൻ ഇപ്പോഴല്ലേ കഴിച്ചത്, ഞാൻ ചേച്ചിയോട് പറഞ്ഞു. എന്നാ ഒരു ചായയെങ്കിലും കുടിക്കടാ, ചേച്ചി എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ചായ ഓർഡർ ചെയ്തു. അതും കുടിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴും ഞാൻ രാജേട്ടൻ വീട്ടിൽ വന്ന കാര്യം ചേച്ചിയോട് പറഞ്ഞില്ല. ചേച്ചി അറിയാതെ വന്നതായിരിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ചോദിച്ചു, രാജേട്ടൻ എവിടെ, വീട്ടിലുണ്ടോ എന്ന്. ആ വീട്ടിലിരുന്ന് TV കാണുന്നുണ്ട്. ഞാനാ പറഞ്ഞത് ഞങ്ങൾ പോയി വാങ്ങിച്ചിട്ട് വരാമെന്ന്. അല്ല, അപ്പോൾ ഇന്ന് ജോലിക്ക് പോയില്ലേ? ഞാൻ ചോദിച്ചു. ആ പോയിരുന്നടാ, അപ്പോഴല്ലേ അമ്മ വിളിച്ചത്. പിന്നെ ജോലി മതിയാക്കി അങ്ങോട്ട് വന്നു. അല്ല എന്തായി, പിന്നെ വല്ല പ്രശ്നം ഉണ്ടായോ? ഏയ് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അല്ലടാ, നീ എന്തിനാ അവരെ അടിച്ചത്? അതിന് മാത്രം എന്താ ഇപ്പോൾ അവിടെ ഉണ്ടായേ? ചേച്ചി എന്നോട് ചോദിച്ചു. അത് പിന്നെ അവളുടെ കൂട്ടുകാരാണെന്നും പറഞ്ഞ് 2 പേര് വന്നു. ഞാനാദ്യം അത് മൈൻഡ് ചെയ്തില്ല. പിന്നെയാണ് ഞാൻ കണ്ടത് അവരുടെ കയ്യിലിരിപ്പ്. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, 2 എണ്ണം പൊട്ടിച്ചു. ആ അത് കൊള്ളാം, കൊടുക്കണം അവന്മാർക്കൊക്കെ. പെണ്ണായാൽ മതി, ആരാ എന്താണെന്നൊന്നും ഇല്ല. ആ അതെ, എന്നിട്ട് ആ ദേഷ്യത്തിൽ അവന്മാർ വരെ 2 പേരെ കൂട്ടിക്കൊണ്ട് വന്നു. അവർക്കും ഞാൻ കൊടുത്തു. അതിലൊരെണ്ണത്തിൻ്റെ തലയൊന്ന് ചെറുതായി പൊട്ടി. അതിനാണ് ഈ പ്രശ്നം, ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അമ്മ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാനാക്കി പേടിച്ചു. ഞാൻ വേഗം രാജേട്ടനെ വിളിച്ച് പറഞ്ഞു. രാജേട്ടൻ ജോലി സ്ഥലത്തു നിന്നാണ് ഓടി വന്നത്, ഇല്ലെങ്കിൽ ഞാനും വന്നേനെ. പിന്നെ അവിടുന്ന് വന്നതിന് ശേഷം പോലീസുകാർ വിളിച്ചെന്നും പറഞ്ഞു പിന്നെയും പോയിരുന്നു. അതെന്തിനാണെന്നാവോ, ഞാൻ പിന്നെ ചോദിക്കാനും മറന്നു. ചേച്ചി പറഞ്ഞു. ഓ, അപ്പോൾ ആ വരവാണ് ചെയ്യാൻ വന്നത്. കൊള്ളാം, ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം. നടക്കട്ടെ, ഞാൻ മനസ്സിലോർത്തു. എന്താടാ നീ ആലോചിക്കുന്നത്? ചേച്ചി എന്നോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല. അല്ലടാ, കോയമ്പത്തൂരിൽ നിന്നും ചേട്ടനും ചേച്ചിയും വിളിച്ചായിരുന്നോ? ആ വിളിച്ചായിരുന്നു, പക്ഷേ ഇതൊന്നും അവരോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു. വേണ്ടടാ, ഇതൊന്നും പറയണ്ട, മോശമാ. അവർ വരുന്നൊന്നും ഇല്ലല്ലോ, കുറേ ആയില്ലേ അങ്ങോട്ട് പോയിട്ട്. ആ ഈ ഓണത്തിന് വരുമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു. അങ്ങോട്ടൊന്നും വരാമെന്ന് വെച്ചാൽ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നേരം ഉണ്ടാകില്ല. വിളിച്ചാലാണെങ്കിൽ നിൻ്റെ അമ്മ ഫോണും എടുക്കില്ല, ചേച്ചി പറഞ്ഞു. ആ അത് അമ്മ എവിടെയെങ്കിലുമൊക്കെ ആകും ഫോൺ കൊണ്ടുപോയി വെക്കുന്നത്, കാണഞ്ഞിട്ടാ.
ഞാൻ ചുമ്മാ ചേച്ചിയോട് പറഞ്ഞു. ചേച്ചിക്ക് അറിയില്ലല്ലോ അമ്മയ്ക്ക് ആവശ്യം ചേച്ചിയല്ല ചേച്ചിയുടെ ഭർത്താവിനെയാണെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങോട്ടൊന്ന് വരുകയോ അതുമില്ല. അവൾ വന്നില്ലെങ്കിൽ വേണ്ട, നിനക്കെങ്കിലും ഒന്ന് വന്നുകൂടേടാ. ആ വരണമെന്നൊക്കെ ഉണ്ട് ചേച്ചി. ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ആകെ തളരും. പിന്നെ അവിടെ കിടന്നങ്ങ് ഉറങ്ങും. ഇങ്ങനെ കിടന്നാൽ മതിയോ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? ചേച്ചി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഓ അതൊന്നും ഇപ്പം തന്നെ വേണ്ട, കുറച്ച് അടിച്ചു പൊളിച്ച് നടക്കട്ടെ, ഞാൻ ചേച്ചിയോട് പറഞ്ഞു. ഓ ഇതൊക്കെ എന്താ അടിച്ചുപൊളിയാടാ? കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ ഈ അടിച്ചുപൊളിയൊക്കെ അങ്ങ് അവസാനിക്കും. പിന്നെ ഒരു പെണ്ണ് തന്നെ വേണം കൂട്ടിന്. ചേച്ചി എന്തോ അർത്ഥം വെച്ച പോലെ എന്നോട് പറഞ്ഞു. ഓ എനിക്കിങ്ങനെയൊക്കെയാ ചേച്ചി ഇഷ്ടം. അതാകുമ്പോൾ ബാധ്യതകളൊന്നും ഇല്ലല്ലോ. അത് കൊള്ളാം. അപ്പോൾ നീ ബാധ്യത നോക്കി നടക്കാണോ? ഒരു കുടുംബജീവിതമൊന്നും വേണ്ടേ? മീരെ പറഞ്ഞു വിട്ടാൽ പിന്നെ അമ്മയ്ക്ക് ആരാ ഉള്ളത് ഒരു കൂട്ടിന്? ചേച്ചി എന്നോട് ചോദിച്ചു. അമ്മയ്ക്ക് കൂട്ടിന് നിങ്ങളൊക്കെ ഇല്ലേ? അപ്പോൾ നിനക്ക് കൂട്ടിനോ? ചേച്ചി എന്നോട് ചോദിച്ചു. എനിക്കും നിങ്ങളൊക്കെ മതി, ഞാൻ പറഞ്ഞു. ആഹാ അത് കൊള്ളാലോ, എല്ലാത്തിനും ഞങ്ങൾ മതിയെന്നോ? ഭാവിയിൽ നിനക്ക് ഒരു കുട്ടി വേണമെങ്കിൽ അതും ഞങ്ങൾ പ്രസവിച്ചു തരാം, ചേച്ചി എന്നെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ചേച്ചി അത് തമാശക്ക് പറഞ്ഞതാണെങ്കിലും എനിക്കത് കേട്ടപ്പോൾ എന്തൊക്കെയോ പോലെ തോന്നി. പക്ഷെ ഞാനത് മുഖത്ത് കാണിച്ചില്ല. അമ്മയുടെ അനിയത്തിയല്ലേ, എന്നിൽ നിന്നും ഒരു മോശാവസ്ഥ ഉണ്ടാകരുതെന്ന് ഞാൻ കരുതി. എടാ നിനക്കൊരു പൊറോട്ട കൂടി പറയട്ടെ? ഞാൻ വിഷയം മാറ്റി ചെക്കനോട് ചോദിച്ചു. ചെക്കൻ വേഗം തലയാട്ടി പറഞ്ഞു വേണമെന്ന്. ഇത് കണ്ട ചേച്ചി, മതിയട കഴിച്ചത് വയറ് വേദന എടുക്കും, പൊറോട്ട അധികം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. സാരമില്ല ചേച്ചി, അവൻ കഴിക്കട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല, ഞാനൊക്കെ എന്ന് കഴിക്കാൻ തുടങ്ങിയതാ എന്ന് പറഞ്ഞു. നിന്നെപ്പോലെയാണോ അവൻ? അവൻ ചെറിയ കുട്ടിയല്ലേടാ, ചേച്ചി പറഞ്ഞു. അപ്പോഴേക്കും ആ കടയുടെ ഓണർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഇനി എന്താ വേണ്ടത്? 2 പൊറോട്ട കൂടി പറയട്ടെ? അയാൾ ചോദിച്ചു. 2 വേണ്ട, 1 മതിയെന്ന് ഞാൻ അയാളോട് പറഞ്ഞു. ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ടും അയാൾ പോകുന്നുണ്ടായില്ല. ഞാൻ ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ തന്നെ നിൽക്കുന്നുണ്ടായി. അയാൾ എന്താ പോകാത്തതെന്ന് അറിയാൻ ഞാൻ പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി. വെള്ള ഷർട്ടും അതിലേക്ക് മാച്ചായ ഒരു വെള്ള മുണ്ടുമായിരുന്നു അയാളുടെ വേഷം. ഞാൻ നോക്കുമ്പോൾ അയാൾ ചേച്ചിയെ നോക്കുന്നു. ഞാൻ നേരെ ചേച്ചിയെ നോക്കിയപ്പോൾ ചേച്ചിയും അയാൾ നോക്കി ചിരിക്കുന്നു. എന്തോ അടിയൊഴുക്ക് നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒന്നും അറിയാത്ത പോലെ ഫോണിൽ നോക്കിയിരുന്നു. അയാൾ പൊറോട്ടയ്ക്ക് ഓർഡർ കൊടുത്ത് ക്യാഷ് കൗണ്ടറിലേക്ക് പോയിരുന്നു. പിന്നീട് സംസാരത്തിലൊക്കെ ചേച്ചി കൂടുതൽ നാണവതിയായി സംസാരിക്കാൻ തുടങ്ങി. അത്രയും നേരമില്ലാത്ത ഒരു കള്ളച്ചിരിയും ഒരു കള്ളനോട്ടവും എനിക്ക് ആ മുഖത്ത് കാണാൻ പറ്റി. ഞാൻ പതിയെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി അയാളെ. അയാൾ കസ്റ്റമേഴ്സിനെ ശ്രദ്ധിക്കുന്നതിനിടയിലും ചേച്ചി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായി. ആ എന്തെങ്കിലും ആകട്ടെ എന്ന് വെച്ച് ഞാൻ ആ നോട്ടം നിർത്തി. ചേച്ചി നമുക്ക് വീട്ടിലേക്ക് പോയാലോ? ഞാൻ ചേച്ചിയോട് ചോദിച്ചു. ഇല്ലടാ, ഞാൻ പിന്നീട് ഒരിക്കൽ വരാം, രാജേട്ടൻ വീട്ടിലൊറ്റയ്ക്കാ, ചേച്ചി പറഞ്ഞു. അതിനെന്താ, രാജേട്ടൻ അവിടെ നിന്നോട്ടെ, ചേച്ചിക്കൊന്ന് വന്നിട്ട് പോക്കൂടെ? ഇല്ലടാ, ലക്ഷ്മി ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ അവളാകെ ബഹളമുണ്ടാക്കും, ഞാൻ പിന്നീട് ഒരിക്കൽ വരാം. ആ അത് പറഞ്ഞപ്പോഴാ ഞാൻ ലക്ഷ്മിയുടെ കാര്യം ചോദിക്കാൻ പറഞ്ഞു. അതെന്താ അവളെ മാത്രം ക്ലാസ്സിൽ പറഞ്ഞു വിട്ട് ഇവനെ വിടാഞ്ഞത്? ഞാൻ ചോദിച്ചു. ആ അത് പിന്നെ ഇവൻ പോകണ്ടേ, ബാഗ് കീറിയെന്നും പറഞ്ഞ് കരഞ്ഞ് ഇരിപ്പായിരുന്നു രാവിലെ മുതൽ, ചേച്ചി പറഞ്ഞു. ഓ അവള് 7ാം ക്ലാസ്സിലല്ലേ, ഇപ്പോൾ വീട്ടിൽ എത്തിയിട്ടുണ്ടാവുമല്ലോ, എന്താ വിളിയൊന്നും കാണാത്തത്? ഞാൻ ചേച്ചിയോട് ചോദിച്ചു. ആ അറിയില്ല, വിളിക്കാനുള്ള സമയം ആയിട്ടുണ്ട്, ഞാൻ വല്ലതും വാങ്ങിയിട്ട് വരുമെന്ന് കാത്തിരിക്കുന്നുണ്ടാവും, ചേച്ചി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് അവിടെ നിന്നിറങ്ങി ബില്ല് കൊടുക്കാനായി പോയപ്പോഴേക്കും അയാളുടെ കണ്ണ് ചേച്ചിയിൽ തന്നെയായിരുന്നു. ഞാൻ ചേച്ചിയോട് ചോദിച്ചു. ചേച്ചിക്ക് ഇയാളെ നേരത്തെ അറിയുമോ? എൻ്റെ ചോദ്യം കേട്ട് ചേച്ചിയൊന്ന് നെട്ടി. ആ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ചേച്ചി പറഞ്ഞു. ഒരാവശ്യമില്ലെങ്കിലും ഞാൻ ചുമ്മാ ചോദിച്ചു എവിടെ വെച്ചാണെന്ന്. അത് സ്കൂളിൽ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടെ വെച്ച് കണ്ടിരുന്നു. എന്ത് പറ്റി ചോദിക്കാൻ?
ചേച്ചി എന്നോട് ചോദിച്ചു. അല്ല, അയാളുടെ നോട്ടം കണ്ടിട്ട് ചോദിച്ചതാ. കണ്ണെടുക്കാതെയല്ലേ നോക്കുന്നത്? അതെന്താടാ, ഞാൻ നോക്കാനുള്ളതല്ലേ, എന്നെ കണ്ട നോക്കാൻ തോന്നില്ലേ? ചേച്ചി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെ ആരായാലും ഒന്ന് നോക്കിപ്പോവും. അമ്മാതിരിയല്ലേ സാരിയിൽ വരിഞ്ഞു കെട്ടി വെച്ചിരിക്കുന്നത്. എന്താടാ നീ പറഞ്ഞത്? അല്ല, അമ്മയുടെ അത്രയും വരില്ലെന്ന് പറഞ്ഞതാ. ഡാടാ, നീ ആൾ കൊള്ളാലോ. അപ്പോൾ അതൊക്കെ നോക്കി വെച്ചിരിക്കുകയാണല്ലേ, എന്നിട്ട് അയാളെ കുറ്റം പറയുന്നത്. ഞാൻ ചിരിച്ചുകൊണ്ട് എൻ്റെ ബൈക്കിൻ്റെ അടുത്തേക്ക് നടന്നു. പിന്നിൽ നിന്നും ചേച്ചി പറഞ്ഞു, ഡാ, നീ ഇങ്ങനെ സന്യാസിയായി നടക്കുന്നെന്ന് വെച്ച് ഞങ്ങളും നടക്കണോ? അതുപോലെ ആകെ ഒരു ലൈഫേ ഉള്ളൂ. അതിൽ ദുഃഖിക്കാനുള്ളതും ഉണ്ടാവും, അടിച്ചു പൊളിക്കാനുള്ളതും ഉണ്ടാവും. ദുഃഖമുള്ളപ്പോൾ ദുഃഖിച്ചാൽ പോരെ, എപ്പോഴും ദുഃഖിച്ചിരിക്കണോടാ. ആഹാ, കൊള്ളാം, നല്ല കുടുംബം. ഞാൻ കരുതി അമ്മയ്ക്കും മീരയ്ക്കും മാത്രമേ ഉള്ളൂ ഈ സൂക്കേടെന്ന്. ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു. അതെന്താടാ അമ്മയ്ക്കും മീരയ്ക്കും പ്രശ്നം? ചേച്ചി അത് കേട്ട് എന്നോട് ചോദിച്ചു. അല്ല, അടിച്ചുപൊളിയല്ലാതെ എന്തും വെച്ച് പൊളിക്കുന്നുണ്ടല്ലോ രണ്ടാളും. ഇനി പൊളിയാൻ ഒന്നുമില്ലെന്ന് തോന്നുന്നു. എന്തൊക്കെയാടാ നീ പറയുന്നത്? നിനക്ക് വട്ടായോ? ചേച്ചി ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ ചുമ്മാ. അല്ല, ലക്ഷ്മിക്ക് എന്താ മേടിക്കേണ്ടത്? പപ്സ് മതിയോ, അതോ ഇനി അൽഫാമോ ഷവായോ അങ്ങനെ വല്ലതും വേണോ? ഞാൻ ചേച്ചിയോട് ചോദിച്ചു. അവൾക്കൊന്നും വേണ്ടടാ, അവൾ ഡയറ്റിങ്ങിലാ. ആഹാ, അത് കൊള്ളാലോ. ഇത്ര ചെറുപ്പത്തിൽ തുടങ്ങിയോ ഇതെല്ലാം? നമ്മുടെ ഒന്നും കാലല്ലല്ലോ, പുതിയ പിള്ളേരല്ലേ, ഇനി എന്തൊക്കെ കാണണമോ ആവോ. അല്ല, ഇനിയിപ്പോൾ അവൾക്ക് എന്താ വാങ്ങുക? ഞാൻ ചേച്ചിയോട് ചോദിച്ചു. അവൾക്ക് സ്ട്രോബെറിയും ആപ്പിളും മതിയെന്നാ പറഞ്ഞത്. ചേച്ചി പറഞ്ഞു. കൊള്ളാം, ഇങ്ങനെ പോയാൽ ചേച്ചി പിച്ചെടുക്കേണ്ടി വരുമല്ലോ. ആടാ, മിക്കവാറും അങ്ങോട്ടേക്കാണ് പോക്ക് പോകുന്നത്, ചേച്ചി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. ഞാനും ചേച്ചിയുടെ കൂടെ എല്ലാം വാങ്ങാൻ കൂടെ പോയി. എൻ്റെ വക അവനൊരു ബോളും ഞാൻ വാങ്ങിക്കൊടുത്തു. എല്ലാം കഴിഞ്ഞ് ഞാൻ വരാൻ നിൽക്കുമ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, എടാ, ഞങ്ങളെ ഒന്ന് വീട്ടിലാക്കിത്താടാ, ഇനിയിപ്പോൾ ഒരു ഓട്ടോ വിളിക്കണ്ടല്ലോ. ഞാൻ പിന്നെ എതിരൊന്നും പറയാൻ നിന്നില്ല, പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ കൂട്ടി ഞാൻ നേരെ അവരുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ചേച്ചി ഓരോന്ന് ചോദിച്ചുകൊണ്ട് ബൈക്കിൻ്റെ പുറകിലിരുന്നു. കുറച്ചുള്ളിലേക്കാണ് ചേച്ചിയുടെ വീട്. 3-4 അങ്ങാടി കഴിയണം വീട്ടിലെത്താൻ. വൈകുന്നേരമായതുകൊണ്ട് ഇരുട്ടാൻ തുടങ്ങിയിരുന്നു ആ പ്രദേശമെല്ലാം. പെട്ടെന്ന് ചേച്ചി പറഞ്ഞു, എടാ, ഒന്ന് നിർത്തിക്കേ. ഞാനത് കേട്ട് വേഗം ബൈക്ക് സൈഡിലാക്കി. എന്താ ചേച്ചി, എന്താ പ്രശ്നം? ഞാൻ ചോദിച്ചു. എടാ, രാജേട്ടൻ വിളിക്കുന്നുണ്ട്, എന്താ വൈകുന്നു ചോദിക്കാനാകും, ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നും പറഞ്ഞ് ചേച്ചി ഫോണെടുത്ത് സംസാരിക്കാൻ തുടങ്ങിയതും കോള് കട്ടായി. ചേച്ചി ബൈക്കിൽ നിന്നും ഇറങ്ങി വീണ്ടും വിളിക്കാൻ തുടങ്ങി. ചേച്ചി, എന്തായാലും നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നത്, അവിടെ ചെന്നിട്ട് പറഞ്ഞാൽ പോരെ? ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അല്ലടാ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് ചേച്ചി അവിടെ നിന്നും വിളിക്കാൻ തുടങ്ങി. ഇത് കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ചേച്ചി വാട്സപ്പ് കോൾ വിളിക്കാൻ നോക്കി. അമ്മേ, എനിക്ക് നമ്പർ 1 എന്ന് അവൻ ചേച്ചിയോട് പറഞ്ഞു. ഇതിനിടെ കൂടി അവന് എന്നും പറഞ്ഞ് ചേച്ചി കയ്യിലുള്ള ഫോൺ എൻ്റെ കയ്യിൽ തന്നിട്ട് രാജേട്ടൻ എടുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞ് അവനെയും കൂട്ടി ബാക്കിലുള്ള റോഡിലെ പറമ്പിലേക്ക് കൊണ്ടുപോയി. ഞാൻ രാജേട്ടനെ വാട്സപ്പിൽ വിളിച്ചുകൊണ്ടിരുന്നു. അയാളാണെങ്കിൽ കോളും എടുക്കുന്നില്ല. പെട്ടെന്ന് എൻ്റെ കൈ തട്ടി ഫോണ് ബാക്കിലേക്ക് പോന്നു. ഞാൻ നോക്കുമ്പോൾ വാട്സപ്പ് മെസ്സേജുകൾ നിറഞ്ഞു കിടക്കുന്നു ചേച്ചിയുടെ ഫോണിൽ. അതിൽ പലതും പല പേരിലുള്ള പല ഗ്രൂപ്പിൽ നിന്നുമായിരുന്നു. പെട്ടെന്ന് ഫൺ ഓൾ എന്ന പേരുള്ള ഒരു ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നു. ഞാൻ ചേച്ചിയൊന്ന് നോക്കി. ചേച്ചി ചെക്കനുമായി പറമ്പിൽ തന്നെ നിൽക്കാണ്. ഞാൻ വേഗം ആ ഗ്രൂപ്പ് തുറന്ന് നോക്കി. എൻ്റെ അമ്മേ, അതിൽ വന്ന് കിടക്കുന്ന ഓരോന്നും കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. പല പല രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും നിറഞ്ഞു കിടക്കുന്നു. ഞാൻ വീണ്ടും ഒന്ന് ചേച്ചി വരുന്നുണ്ടോ എന്ന് നോക്കി. ചേച്ചി അവിടെ അവനുമായി തല്ല് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ വേഗം അടുത്ത ഗ്രൂപ്പ് തുറന്ന് നോക്കി. അതൊരു ഫാമിലി ഗ്രൂപ്പായിരുന്നു. അടുത്ത ചാറ്റ് തുറക്കാൻ നിന്നതും ചേച്ചി എൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു. എന്തായടാ, ചേട്ടനെ കിട്ടിയോ?
ചേച്ചി ചോദിച്ചു. ഇല്ല, ചേട്ടൻ എടുക്കുന്നില്ല, ഞാൻ പറഞ്ഞു. അത് പിന്നെ ഞാൻ എവിടെ പോയെന്നറിയാൻ വിളിച്ചതായിരിക്കും, നീ കൂടെയുള്ള കാര്യം ചേട്ടന് അറിയില്ലല്ലോ എന്നും പറഞ്ഞ് ചേച്ചി വന്ന് ബൈക്കിൽ കയറി. അമ്മേ, ഞാൻ ഇനി മുമ്പിലിരിക്കട്ടെ, അവൻ ചേച്ചിയോട് പറഞ്ഞു. ഏയ്, അതൊന്നും വേണ്ട, നീ വലിയ കുട്ടിയായി, ചേട്ടന് മുൻപിലിരുന്ന ഒന്നും കാണാൻ പറ്റില്ല, ചേച്ചി അവനോട് പറഞ്ഞു. അതൊക്കെ കാണാൻ പറ്റും, ഞാൻ തല താഴ്ത്തി ഇരുന്നോളാം അമ്മേ, അതും പറഞ്ഞ് അവൻ വാശി പിടിച്ചു. വാ ഇരുന്നോ എന്നും പറഞ്ഞ് ഞാൻ വിളിച്ച് അവനെ എൻ്റെ മുൻപിലായി ഇരുത്തി യാത്ര തുടങ്ങി. ചെറിയ വളവും തിരിവുമുള്ള റോഡായതുകൊണ്ട് ഇരുട്ട് മൂടിയതുകൊണ്ടും റോഡിലെ കുണ്ടും കുഴിയും എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചേച്ചിയാണെങ്കിൽ എന്നെ ഒട്ടിയാണ് ഇരിക്കുന്നത്. വീണ്ടും ചേച്ചിയുടെ ഫോൺ അടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ചേച്ചി, ചേട്ടൻ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞു. അത് കുഴപ്പമില്ലടാ, ഞാനവിടെ ചെന്നിട്ട് പറഞ്ഞോളാം, നീ വിട്ടോ, ചേച്ചി പറഞ്ഞു. അത് പറഞ്ഞതും പെട്ടെന്ന് ഒരു വലിയ കുഴിയിലേക്ക് ചാടി ബൈക്ക്. ഒട്ടും പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് ചേച്ചി നേരെ വന്ന് എൻ്റെ പുറത്തേക്ക് പതിഞ്ഞു. അയ്യോ സോറി ചേച്ചി, ഞാൻ കുഴി കണ്ടില്ല, ഞാൻ പറഞ്ഞു. ഏയ് കുഴപ്പമില്ലടാ, ചേച്ചി ചെറു ചിരിയോടെയാണ് എന്നോടത് പറഞ്ഞത്. ആ ചിരിയിൽ എന്തോ ഒളിഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ആ ചിരിയുടെ ഉദ്ദേശം പുറത്തു വരാനായി ഒരു കുഴിയിലൂടെ ചാടാൻ ഞാൻ തീരുമാനിച്ചു. കുറച്ച് മുന്നോട്ട് പോയി ഞാൻ ചെറിയൊരു കുഴി കണ്ടു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ആ കുഴിയിലേക്ക് അങ്ങ് ചാടി ബ്രേക്ക് അങ്ങ് പിടിച്ചു. നേരത്തെ ചേച്ചി പതിനേക്കാളും സ്ട്രോങ് ആയായിരുന്നു ഈ വരവ്. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ആരുടെയോ ശക്തമായ കൈ അതിൻ്റെ പുറകിലുണ്ടെന്ന്, അല്ലെങ്കിൽ ഇത്രയും ഉടയാൻ സാധ്യതയില്ല. ബൈക്കിൻ്റെ അസുഖം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ, ചേച്ചി നേരെ ഇരുന്നുകൊണ്ട് പറഞ്ഞു. ഏയ് അല്ല ചേച്ചി, റോഡിൽ ഫുള്ള് കുഴിയാ, എനിക്കാണെങ്കിൽ ഈ റോഡധികം വന്ന് പരിചയമില്ല, ഞാൻ ചേച്ചിയോട് പറഞ്ഞു. പരിചയമില്ലെന്ന് എനിക്ക് മനസ്സിലായി, എന്നാലും ഒന്ന് നോക്കി ഓടിച്ചോ, അല്ലെങ്കിൽ പെട്രോൾ ടാങ്കിലിടിച്ച് നിൻ്റെ ആൾ ചമ്മന്തിയാകും, പിന്നെ അതുകൊണ്ടൊരു പ്രയോജനവും ഉണ്ടാകില്ല. ചേച്ചി അതും പറഞ്ഞ് എന്നെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ആരുടേതാണ് ചമ്മന്തി എന്ന് എനിക്ക് മനസ്സിലായി. ആരോ അമ്മയിലിട്ട് നല്ലോണം അരയ്ക്കുന്നുണ്ടല്ലോ, ഞാൻ തിരിച്ച് അങ്ങോട്ടും കൊടുത്തു വന്നു. ഒന്ന് പോടാ അവിടെ നിന്ന് കളിയാക്കാതെ, രണ്ട് കുട്ടികളുടെ തള്ളയെ ഞാൻ, അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, ചേച്ചി എന്നോട് പറഞ്ഞു. എന്തായാലും രാജേട്ടൻ ഭാഗ്യവാനാ, ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അതെന്താടാ അങ്ങനൊരു സംസാരം? ഏയ് ഒന്നുമില്ല. അല്ല എന്തോ ഉണ്ട്, പറയടാ, ഞാൻ അറിയട്ടെ, എന്താണ് ആ ഭാഗ്യമെന്ന്. അതിപ്പോൾ ചേച്ചിയെപ്പോലെ എല്ലാം തികഞ്ഞൊരു സുന്ദരിയെ കിട്ടിയല്ലോ, അതൊരു ഭാഗ്യം തന്നെയല്ലേ. അതെന്താടാ, ഞാൻ മാത്രമാണോ ഈ ലോകത്ത് സുന്ദരി? നീ എന്നെ കളിയാക്കുകയാണോടാ? ഏയ് അല്ല ചേച്ചി, ചേച്ചിയെ കണ്ട ആരാ ആഗ്രഹിക്കാത്തെ? നേരത്തെ തന്നെ ആ ഹോട്ടൽ ഓണർ കണ്ടില്ലേ നോക്കുന്നത്? അതുപോലെ എത്ര പേരാണ് ചേച്ചി അറിയാതെ ചേച്ചിയെ നോക്കി വെള്ളമിറക്കുന്നതെന്ന് ചേച്ചിക്ക് അറിയുമോ? ആ അതൊക്കെ എനിക്കറിയാടാ, അതുകൊണ്ടല്ലേ ഞാൻ കുറച്ച് ഒരുങ്ങിയൊക്കെ നടക്കുന്നത്. അല്ല, ഇങ്ങനെ ഒരുങ്ങി നടക്കുന്നത് കൊണ്ട് രാജേട്ടന് കുഴപ്പമൊന്നുമില്ലേ? ഞാൻ ചോദിച്ചു. ഏയ് അങ്ങേർക്കൊരു കുഴപ്പമില്ല, അങ്ങേരാ ഈ സാരിയൊക്കെ എനിക്ക് മേടിച്ചു തരുന്നത്. പിന്നെ എൻ്റെ പല പോസ്റ്റിലുള്ള ഒരുപാട് ഫോട്ടോസ് എടുക്കും, എന്നിട്ട് അങ്ങേര് വാട്സപ്പ് സ്റ്റാറ്റസ് ഇടും. അതെന്തിനാ ചേച്ചിയുടെ ഫോട്ടോ വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കുന്നത്? ഞാൻ ചോദിച്ചു. അത് ചേട്ടൻ്റെ ഒരു ഹോബിയാണ്, എൻ്റെയും കുട്ടികളുടെയും എല്ലാ ഫോട്ടോസും സ്റ്റാറ്റസ് വെക്കുന്നത്, ചേച്ചി പറഞ്ഞു. ആണോ? പക്ഷേ ചേച്ചിയുടെ ഫോട്ടോസ് സ്റ്റാറ്റസ് വെക്കുന്നതൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. എപ്പോൾ നോക്കിയാലും കുട്ടികളുടെ ഫോട്ടോസ് മാത്രം കാണാറുണ്ട്. ഇത്രയും കാലമായിട്ടും ചേച്ചിയുടെ ഒരു ഫോട്ടോ പോലും ചേട്ടൻ സ്റ്റാറ്റസ് ഇട്ട് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ചേച്ചിയോട് പറഞ്ഞു. ഒന്ന് പോടാ, ഞാൻ കാണിച്ചു തരാം നിനക്ക്. ഇന്നും കൂടി മൂപ്പർ വെച്ചിട്ടുണ്ട് എൻ്റെ 3-4 ഫോട്ടോ സ്റ്റാറ്റസായിട്ട്. ഇന്നോ? ഇന്ന് ലക്ഷ്മിയുടെ ഒരു ഫോട്ടോ ആണല്ലോ രാജേട്ടൻ വെച്ചിരിക്കുന്നത്, അതിൽ ചേച്ചി എവിടെ? എടാ നീ വണ്ടി നിർത്ത്, ഞാൻ കാണിച്ചു തരാം, ചേച്ചി പറഞ്ഞു. എന്നാൽ പിന്നെ അതറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ഞാൻ ബൈക്ക് നേരെ ഒരു കടയുടെ സൈഡിൽ നിർത്തി. ചേച്ചി ബൈക്കിൽ നിന്നും ഇറങ്ങി ചേച്ചിയുടെ ഫോണെടുത്ത് വാട്സപ്പ് തുറന്ന് എൻ്റെ നേരെ നീട്ടിയിട്ട് ചോദിച്ചു. നോക്കടാ ചേട്ടൻ വെച്ച സ്റ്റാറ്റസ്, ഞാനല്ലേ ഈ നിൽക്കുന്നതെന്ന്.
ഞാൻ നോക്കുമ്പോൾ ചേച്ചി ചുവന്ന സാരിയിൽ കിച്ചണിൽ പാത്രം കഴുകുന്ന 3 ഫോട്ടോസ്, പിന്നെ ലക്ഷ്മി പൂച്ചക്കുട്ടിയും പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോയും. ഞാൻ വേഗം എൻ്റെ ഫോണെടുത്ത് രാജേട്ടനിട്ട സ്റ്റാറ്റസ് തുറന്നു നോക്കി. ഞാൻ നോക്കുമ്പോൾ ലക്ഷ്മിയുടെ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ, അതും ആ പൂച്ചക്കുട്ടിയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ ഫോട്ടോ. ഇത് നോക്ക്, ഞാൻ നേരെ ചേച്ചിക്ക് കാണിച്ചു കൊടുത്തു. ഇതിലെവിടെ ചേച്ചിയുടെ ഫോട്ടോ? ഞാൻ ചോദിച്ചു. എടാ, എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? സെയിം നമ്പറല്ലേ, പിന്നെ എന്താ എൻ്റെ ഫോട്ടോ കാണിക്കാത്തെ? ചേച്ചി എന്നോട്. അമ്മേ, വേഗം വാ, എനിക്ക് വിശക്കുന്നു, മതി സംസാരിച്ചത്, വീട്ടിൽ പോയിട്ട് ഇനി ബാക്കി സംസാരിക്കാം. ചെക്കൻ അതിൻ്റെ ഇടയിൽ കയറി ബഹളമുണ്ടാക്കാൻ തുടങ്ങി. ഓ, ഒന്നും മിണ്ടാതിരിക്കടാ, നീയല്ലേ കുറച്ചു മുമ്പ് പൊറോട്ടയും ബീഫും തിന്നത്, അപ്പോഴത്തേക്കും നിനക്ക് വിശന്നോ? ചേച്ചി ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. എന്നാൽ അവനത് കേട്ടില്ല. വീണ്ടും അവൻ ബഹളം വെക്കാൻ തുടങ്ങി. ചേച്ചി കയറ്, ബാക്കി ഞാൻ പറഞ്ഞു തരാം. ഞാൻ ചേച്ചിയും കയറ്റി വീണ്ടും പുറപ്പെട്ടു. ഡാ പറയടാ, അതെന്താ അങ്ങനെ വരുന്നത്? ബൈക്കിലിരുന്നുകൊണ്ട് ചേച്ചി എന്നോട് ചോദിച്ചു. ഞാനത് പറയാൻ തുടങ്ങിയതും ചേച്ചിക്ക് വീണ്ടും ചേട്ടൻ്റെ കോള് വരാൻ തുടങ്ങി. എടുത്ത് പറഞ്ഞേക്ക് വരുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ സീനാകും. ഞാൻ ചേച്ചിയോട് പറഞ്ഞു. വേണ്ട, എത്താറായില്ലേ, നീ വിട്ടോ, ചേച്ചി എന്നോട് പറഞ്ഞു. ഞാൻ അത് കേട്ട് വണ്ടി പറപ്പിക്കാൻ തുടങ്ങി. ഡാ പറയടാ, അതെന്താ അങ്ങനെ? ചേച്ചി വീണ്ടും പുറകിലിരുന്ന് ചോദിക്കാൻ തുടങ്ങി. സംഗതി മനസ്സിലായ ഞാൻ ഇതിനി ചേച്ചിയോട് പറഞ്ഞാൽ വല്ല പ്രശ്നവുമാകുമോ എന്നായിരുന്നു എൻ്റെ പേടി. എന്തായാലും ചേച്ചി ചേട്ടനോട് ചോദിക്കും എന്തിനാ എൻ്റെ ഫോട്ടോ ഇങ്ങനെ ചെയ്തതെന്ന്. ഞാനാണ് ഇതിന് പിന്നിലെന്ന് രാജേട്ടൻ അറിഞ്ഞാൽ എനിക്കും പണി കിട്ടും. ഞാനാകെ കൺഫ്യൂഷനിലായി. ഡാ, നീ പറയുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ വേറെ ആരോടും ചോദിച്ചോളാം, ചേച്ചി പറഞ്ഞു. എന്തായാലും ചേച്ചി അറിയും. ഞാൻ പിന്നെ മറച്ചു വെക്കാൻ നിന്നില്ല. അത് ചേച്ചി, അത് വാട്സപ്പിൽ ഒരു ഓപ്ഷനുണ്ട്, സ്റ്റാറ്റസ് വെക്കുമ്പോൾ ആർക്കൊക്കെ കാണണം ആർക്കൊക്കെ കാണണ്ട എന്നുള്ളത്. ചേട്ടൻ ചിലപ്പോൾ ചേച്ചിയുടെ ഫോട്ടോ ഞങ്ങളെ ഒന്നും കാണിക്കണ്ടെന്ന് വിചാരിച്ച് കാണും. ഞാൻ ചേച്ചിയോട് പറഞ്ഞു. നിങ്ങളെയൊക്കെ കാണിക്കാതെ പിന്നെ ആരെ കാണിക്കാനാ അങ്കിളിൻ്റെ ഫോട്ടോ എല്ലാം പിടിച്ച് സ്റ്റാറ്റസ് വെക്കുന്നത്? നാട്ടുകാരെ കാണിക്കാനോ? ചേച്ചി ദേഷ്യത്തോടെ ചോദിച്ചു. പെട്ടെന്ന് മുന്നിലേക്ക് നോക്കിയപ്പോൾ രാജേട്ടൻ ലക്ഷ്മിയുമായി ബൈക്കിൽ വരുന്നു. എന്നെ കണ്ട് മനസ്സിലാവാതെ നേരെ എൻ്റെ അടുത്തൂടെ പോയി. രാജേട്ടാ എന്ന് ഞാൻ ഒച്ചത്തിൽ വിളിച്ചു. അത് കേട്ട് ബൈക്ക് നിർത്തി രാജേട്ടൻ തിരിഞ്ഞു നോക്കി. ഞങ്ങളാണെന്ന് മനസ്സിലായ രാജേട്ടൻ ബൈക്ക് തിരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഫേസിൽ മുഴുവൻ ദേഷ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. എവിടെ പോയി കിടക്കായിരുന്നടി നീ ഇത്രയും നേരം? ആ ദേഷ്യത്തിൽ രാജേട്ടൻ ചേച്ചിയോട് ചോദിച്ചു. അത് ഞങ്ങൾ സാധനങ്ങളെല്ലാം മേടിച്ചു വന്നപ്പോൾ കുറച്ച് വൈകി, ചേച്ചി രാജേട്ടനോട് പറഞ്ഞു. അതിനെന്താ നീ ഫോൺ വിളിച്ചിട്ടെടുക്കാത്തെ? ഞാൻ എത്ര നേരം വിളിച്ചു? രാജേട്ടൻ ചോദിച്ചു. അത് ഞാൻ എടുക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. നിങ്ങളെ അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, ചേച്ചി പറഞ്ഞു. അല്ല, നിനക്കെവിടെന്നാ ഇവരെ കിട്ടിയത്? രാജേട്ടൻ എന്നോട് ചോദിച്ചു. അത് ഞാൻ ചുമ്മാ ടൗണിലേക്ക് വന്നതായിരുന്നു, അപ്പോഴാ ഇവരെ കണ്ടത്. അല്ലടാ, എന്തായി പ്രശ്നമൊക്കെ? പിന്നെ പോലീസുകാർ വല്ലതും വിളിച്ചോ? ഏയ് ഇല്ല, പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞു. എന്നാ വാ വീട്ടിലേക്ക് പോവാം. രാജേട്ടൻ എന്നെ വീട്ടിലേക്ക് വിളിച്ചു. ഏയ് ഇല്ല രാജേട്ടാ, ഞാൻ പോട്ടെ. ഇനിയിപ്പോൾ നിങ്ങളുണ്ടല്ലോ, ഇരുട്ടായി, അമ്മയും മീരയും ഒറ്റയ്ക്കേ ഉള്ളൂ. അതിനിപ്പോൾ എന്താടാ, മുകളിൽ ആളില്ലേ? പിന്നെ ഇപ്പോൾ എന്താ പേടിക്കാൻ? നീ വാ, വല്ലതും കഴിച്ചിട്ട് പോകാം, രാജേട്ടൻ പറഞ്ഞു. വാടാ, എന്തായാലും നീ ഇവിടെ വരെ വന്നതല്ലേ. ചേച്ചിയും എന്നെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അതുപോലെ തന്നെ അവരുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നിറങ്ങിയതും എനിക്ക് വീട്ടിൽ നിന്നും കോള് വരാൻ തുടങ്ങി. ആരാടാ വിളിക്കുന്നത്? ചേച്ചി ചോദിച്ചു. അത് അമ്മയാ, എന്നെ കാണാതായപ്പോൾ വിളിക്കുന്നതാ, ഞാൻ ചേച്ചിയോട് പറഞ്ഞു. ആ ഫോൺ ഇങ്ങോട്ട് താടാ, ഞാൻ പറഞ്ഞോളാം അവളോട് നീ ഇവിടെ ഉണ്ടെന്ന് എന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നും ചേച്ചി ഫോൺ വാങ്ങി. ചേച്ചി അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അല്ല എന്താടി, നീ വല്ല ഡയറ്റിങ്ങിലാണെന്ന് പറഞ്ഞു? ലക്ഷ്മിയെ കണ്ടതും ഞാൻ അവളോട് ചോദിച്ചു. ഏയ് അങ്ങനെയൊന്നുമില്ല, അമ്മ ചുമ്മാ പറഞ്ഞതാ. അവൾ അതും പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു.
ചേച്ചി അപ്പോഴേക്കും എനിക്ക് തരാൻ ചായയും പലഹാരങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ കിച്ചണിലേക്ക് ചെന്നു ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എനിക്കൊന്നും വേണ്ട. പക്ഷേ ചേച്ചി അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ നോക്കുമ്പോൾ ചേച്ചി കിച്ചണിലും കുട്ടികൾ ടി വി കാണുന്നു. രാജേട്ടൻ എവിടെയാണെന്ന് അറിയാൻ ഞാൻ പതുക്കെ അവർ കിടക്കുന്ന റൂമിൽ പോയി നോക്കി. രാജേട്ടൻ ഫോണിൽ ആരോട് സംസാരിക്കുന്നു. കയ്യിൽ വേറൊരു ഫോണുമുണ്ട്. അതിൽ നോക്കിയിട്ടാണ് സംസാരം. എന്തോ പരിപാടി ഒപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. ഞാൻ മെല്ലെ അവിടെ നിന്ന് പോന്നു. ഞാൻ നേരെ ചേച്ചിയുടെ അടുത്തേക്ക് കിച്ചണിലേക്ക് ചെന്നു. എന്താടാ നീ ഇങ്ങനെ നടക്കുന്നത്? ആ കസേരയെടുത്ത് ഇവിടെ ഇരുന്നോ? അവരെയൊന്നും ഇനി നോക്കണ്ട, അവരൊക്കെ ഇനി ടി വിയിലായിരിക്കും, ചേച്ചി പറഞ്ഞു. ആ അത് സാരയില്ല. അല്ല ചേച്ചി ഇപ്പം എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കാൻ പോയേ? ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഏയ് അത് സാരില്ലടാ. നീ എപ്പോൾ വന്നതാ ഇങ്ങോട്ടേക്ക് ഒന്ന്? പണ്ടൊക്കെ അമ്മയുടെ കൂടെ ഇടയ്ക്കെങ്കിലൊക്കെ നീ ഇങ്ങോട്ട് വരുമായിരുന്നു. ഇപ്പോൾ അമ്മയും വരില്ല, നീയും വരില്ല. അത് പിന്നെ ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ ജോലിയുടെ കാര്യം, അതുകൊണ്ടാ. ഓ അല്ലെങ്കിൽ ഇപ്പോൾ നീ വന്നത് തന്നെ. അവനൊക്കെ വലിയ ആളായില്ലേ? രാജേട്ടൻ അതും പറഞ്ഞ് കിച്ചണിലേക്ക് വന്നു. അല്ല രാജേട്ടാ, നിങ്ങൾക്കറിയാവുന്നതല്ലേ ഞാൻ രാവിലെ പോയാൽ പിന്നെ വൈകുന്നേരമാണ് വരുന്നത്, ഞാൻ പറഞ്ഞു. അറിയാടാ, ഞാൻ ചുമ്മാ നിന്നെ ഒന്ന് കളിയാക്കിയതാ. നിങ്ങൾ കളിയാക്കിയതായിരിക്കും, പക്ഷേ ചേച്ചിക്കറിയില്ലല്ലോ. ചേച്ചി ചിലപ്പോൾ അത് വിശ്വസിക്കും, ഞാൻ രാജേട്ടനോട് പറഞ്ഞു. അതുകൊണ്ടല്ലേടാ നിന്നെ ഇവൾ ഇങ്ങോട്ട് കൈയോടെ പൊക്കിക്കൊണ്ട് വന്നത്. അങ്ങനെയെങ്കിലും ഇവൻ ഈ വീടൊക്കെ ഒന്ന് കാണാമല്ലോ, ചേച്ചി പറഞ്ഞു. എടി കുറച്ച് എണ്ണ കാട്ടിക്ക്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. രാജേട്ടൻ ചേച്ചിയുടെ കയ്യിൽ നിന്നും കുറച്ച് എണ്ണയും വാങ്ങി കുളിക്കാൻ വേണ്ടി പോയി. രാജേട്ടൻ കുളിക്കാൻ കയറിയതും ഗ്യാസ് ഓഫ് ചെയ്ത് ചേച്ചി റൂമിലേക്കൊരു ഓട്ടം. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. പോയ അതേ സ്പീഡിൽ ചേച്ചി തിരികെ വന്നു. വന്നപ്പോൾ രാജേട്ടൻ്റെ ഫോൺ ചേച്ചിയുടെ കയ്യിലുണ്ടായിരുന്നു. എടാ ഇതൊന്ന് നോക്കിയേ, എന്താണിതിൽ ചേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. ഞാൻ ചേച്ചിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി നോക്കി. ചേച്ചിയുടെ ഫോട്ടോ സ്റ്റാറ്റസ് വെച്ചതൊക്കെ ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് നോക്കിയപ്പോൾ എല്ലാം രാജേട്ടൻ്റെ കൂട്ടുകാർ. ലക്ഷ്മിയുടെ ഫോട്ടോ നോക്കിയപ്പോൾ ഞാനും ചേച്ചിയും പിന്നെ കുറച്ച് ബന്ധുക്കളും. എന്താടാ അങ്ങേര് ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത്? ചേച്ചി എന്നോട് ചോദിച്ചു. ആ എനിക്കറിയാൻ പാടില്ല. അല്ല ചേച്ചി, ചേട്ടൻ എന്നും ഇങ്ങനെ സ്റ്റാറ്റസ് വെക്കാറുണ്ടോ? ആടാ എന്നും വെക്കാറുണ്ട്, ചേച്ചി പറഞ്ഞു. അപ്പോൾ ചേച്ചി ചോദിക്കില്ലേ എന്തിനാ എൻ്റെ ഫോട്ടോ ഇങ്ങനെ സ്റ്റാറ്റസ് വെക്കുന്നതെന്ന്? ഇല്ലടാ, ഞാനെന്തിനാ ചോദിക്കുന്നേ? അങ്ങേര് ചുമ്മാ ഒരു രസത്തിന് വെക്കുന്നതല്ലേ. ചുമ്മാ ഒരു രസത്തിനോ? ചേച്ചി ഇത്രയ്ക്ക് മണ്ടിയാണോ? എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഈ ഫോൺ അവിടെ കൊണ്ടേ വെക്ക്. രാജേട്ടൻ വല്ലതും കണ്ട പിന്നെ അത് മതിയാവും പ്രശ്നത്തിന്, ഞാൻ ചേച്ചിയോട് പറഞ്ഞു. എടാ എന്നാ നീ ഇത് റൂമിൽ കൊണ്ടേ വെക്ക്, ഞാൻ ചായ എടുക്കാം. ചേച്ചി രാജേട്ടൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ഫോൺ വെക്കാനായി രാജേട്ടൻ്റെ റൂമിലേക്ക് നടന്നു. രാജേട്ടൻ്റെ റൂമിലെത്തി ഞാൻ രാജേട്ടൻ വരുന്നുണ്ടോ എന്ന് നോക്കി. അപ്പോൾ രാജേട്ടൻ കുളിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ വേഗം വാട്സപ്പ് തുറന്ന് മെസ്സേജുകളെല്ലാം നോക്കി. ചേച്ചിയുടെ വാട്സപ്പിൽ കണ്ട അതേ ഫൺ ഓൾ എന്ന ഗ്രൂപ്പ് ചേട്ടൻ്റെ വാട്സപ്പിലും ഞാൻ കണ്ടു. അതല്ലാതെ വേറെയും കുറേ വാട്സപ്പ് ഗ്രൂപ്പുകൾ, എല്ലാം മറ്റേ ഗ്രൂപ്പുകളാണ്. അതിൽ ഒരു ഗ്രൂപ്പിൻ്റെ പേര് കണ്ട് ഞാൻ ആകെ നെട്ടിപ്പോയി. മൈ വൈഫ് എന്നായിരുന്നു അതിൻ്റെ പേര്. രാജേട്ടൻ വരുന്നുണ്ടെന്ന് നോക്കി ഞാൻ ആ ഗ്രൂപ്പൊന്ന് തുറന്നു. പേര് കണ്ട് നെട്ടിയതിനേക്കാളും അതിലുള്ളതെല്ലാം കണ്ട് ഞാൻ ആകെ വിറച്ചുപോയി. കുറേ ഭാര്യമാരുടെ ഫോട്ടോസും, അതും വെറും ഫോട്ടോസല്ല, പല രീതിയിലുള്ളത്. ഓരോ ഫോട്ടോസിൻ്റെ അടിയിലും അത് പോസ്റ്റ് ചെയ്ത ആളുടെ കുറേ മെസ്സേജ് ഉണ്ട്. അതിന് താഴെയായി കുറേ പേരുടെ വർണ്ണിക്കൽ എന്ന് പറഞ്ഞാൽ വെറും വർണ്ണിക്കലല്ല എൻ്റെ പൊന്നോ, അതൊക്കെ വായിച്ചാൽ കിളി പോകും. അമ്മാതിരി വർണ്ണിക്കലാണ് വർണ്ണിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ചേച്ചിയുടെ ഫോട്ടോസും ചേട്ടൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. എൻ്റെ അമ്മോ, അതിനിടയിൽ വന്ന കമൻ്റെല്ലാം കണ്ട് എൻ്റെ കുട്ടേട്ടൻ വരെ തലയെടുപ്പോടെ എഴുന്നേറ്റ് വന്നു. പെട്ടെന്ന് രാജേട്ടൻ്റെ സൗണ്ട് ഞാൻ കേട്ടു. ഞാൻ വേഗം ഫോൺ അവിടെ വെച്ച് ചേച്ചിയുടെ അടുത്തേക്ക് പോയി. എന്തായടാ നീ എന്ത് നോക്കായിരുന്നു? ചേച്ചി എന്നോട് ചോദിച്ചു. അതൊക്കെ ഞാൻ പറയാം, പക്ഷെ ചേച്ചി
നമ്മളിത് അറിഞ്ഞ കാര്യം ഒരിക്കലും രാജേട്ടനോട് പറയരുത്. അതെന്താടാ? എനിക്കറിയണ്ടേ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന്. ആ, ഞാൻ പറയാം. ഒന്ന് പറയടാ, എന്നാലല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ. ചേച്ചി പറഞ്ഞു. ദേ, രാജേട്ടൻ വരുന്നുണ്ട്. ഞാനെല്ലാം ചേച്ചിക്ക് വഴിയെ പറഞ്ഞു തരാം. പിന്നൊരു കാര്യം, നമ്മളിത് അറിഞ്ഞെന്നൊരിക്കലും രാജേട്ടൻ അറിയരുത്. ഞാൻ വീണ്ടും ചേച്ചിയോട് പറഞ്ഞു. ശരിയടാ, എന്നാ വാ നമുക്ക് ചായ കുടിക്കാം. അതും പറഞ്ഞ് ചേച്ചി ചായയും കടിയുമായി ഹോളിൽ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചേച്ചി ഉണ്ടാക്കിയ പലഹാരവും ചായയും കുടിച്ചു. അപ്പോഴും എൻ്റെ കണ്ണിൽ ചേച്ചിയായിരുന്നു. കാരണം ഈ ചേച്ചിയാണല്ലോ ഞാൻ കുറച്ചു മുമ്പ് ആ വേഷത്തിൽ കണ്ടതെന്ന് ഓർത്തിട്ട്. എന്തായാലും രാജേട്ടൻ ആൾ കൊള്ളാം. പുതിയ പരിപാടിയുമായി ഇറങ്ങിയേക്കുക ഞാൻ മനസ്സിൽ വിചാരിച്ചു. ലക്ഷ്മി എണ്ണപ്പലഹാരം കഴിക്കാത്തതുകൊണ്ട് ഞങ്ങളെല്ലാവരും ലക്ഷ്മിയെ കളിയാക്കിക്കൊണ്ട് ചായയും കുടിച്ചിരിക്കുമ്പോൾ രാജേട്ടൻ ഫോണെടുത്ത് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് ചായ കുടിക്കുന്നതാണ് രാജേട്ടൻ ആദ്യം എടുത്തത്. അതുകൊണ്ട് തന്നെ ഞാനതത്ര കാര്യമാക്കിയില്ല. എന്നെപ്പോലെ ചേച്ചിയും അത് കാര്യമാക്കിയില്ല. എന്നാൽ ഒന്ന് രണ്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞ് ചേട്ടൻ ചേച്ചിയുടെ നേരെ തിരിഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ചേച്ചി പഴംപൊരിയും കഴിച്ചുകൊണ്ടിരിക്കുന്നു. രാജേട്ടൻ പല പോസിലും എടുക്കാൻ തുടങ്ങി. രാജേട്ടൻ്റെ അടുത്തായിരുന്നു ഞാൻ ഇരുന്നത്. ഞാൻ രാജേട്ടൻ്റെ ഫോണിലേക്ക് നോക്കുമ്പോൾ ചേച്ചി പഴംപൊരി കഴിക്കുന്നതും അത് പിടിച്ചുകൊണ്ടിരിക്കുന്നതുമെല്ലാം പകർത്തുന്നുണ്ട്. ഞാൻ ചേച്ചിയൊന്ന് നോക്കി. രാജേട്ടൻ ഫോട്ടോ എടുക്കുന്നത് കണ്ട് ചേച്ചി എന്നെ നോക്കുന്നു. ഞാൻ കണ്ണടച്ച് കാണിച്ച് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. ചേച്ചി അതനുസരിച്ച് ഒന്നും പറയാതെ കഴിച്ചുകൊണ്ടിരുന്നു. ചേച്ചിക്ക് അപ്പോഴും കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ ചായ കൂടിയെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. ബൈക്കിൽ വരുമ്പോഴും എൻ്റെ മനസ്സിൽ രാജേട്ടൻ്റെ ഫോണിൽ കണ്ട ഫോട്ടോസായിരുന്നു. അതിലൊരു ഫോട്ടോ പോലും എനിക്ക് കിട്ടിയില്ലല്ലോ എന്നായി എൻ്റെ സങ്കടം. എന്തായാലും വീട്ടിലൊന്ന് എത്തട്ടെ, എന്നിട്ട് വേണം ഒരു പണി തുടങ്ങാൻ ഞാൻ മനസ്സിൽ കരുതി. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാട്ട് ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.